പരമ്പരാഗത സുഗന്ധ നെല്ലിനമായ ജീരകശാല വിളയൂരിന്റെ മണ്ണിലും വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കർഷകനായ എടപ്പലം സ്വദേശി ആലങ്ങാട്ടുകുഴി ഹനീഫ. എടപ്പലം പാടശേഖരത്തിലെ 1/2 ഏക്കറിലാണ് ജീരകശാല നെല്ലിനം കൃഷി ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം മുതൽ ഇതിന്റെ വിളവെടുപ്പ് നടത്താനാണ് ലക്ഷ്യമിടുന്നത്. വയനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പരമ്പരാഗത സുഗന്ധ നെല്ലിനമാണ് ജീരകശാല. കേന്ദ്ര സർക്കാരിൻ്റെ ഭൂപ്രദേശ സൂചിക രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ള നെല്ലിനമാണിത്. ഉയരം കൂടിയതും വളരെ കുറവ് പ്രകാശം ആവശ്യമുള്ളവയുമാണ് ഈ നെല്ല്. 150 ദിവസം മുതൽ 180 ദിവസം വരെയാണ് ഇതിൻ്റെ മൂപ്പ്. ജീരകത്തിൻ്റെ വലിപ്പമുള്ള മെലിഞ്ഞ നീണ്ടതുമായ നെല്ലാണ്. ഇതിൻ്റെ അരി വെളുത്തതും സുഗന്ധവാഹിയുമാണ്. പച്ചരിയായി ഉപയോഗിക്കാൻ കഴിയും. ബിരിയാണി, നെയ്ച്ചോറ് എന്നീ വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള ഉത്തമ നെല്ലിനമായാണ് ഇതിനെ കാണുന്നത്. കിലോവിന് 150 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. ജീരകശാല നെയ്ച്ചിര എന്നൊക്കെ പറയുന്ന നെല്ലാണ്. കിലോ 150 റുപ്യൊക്കെ വരും വില നെല്ലിന്, ഒരു കിലോന്. അപ്പോൾ നല്ല ആൾക്കാരുണ്ടെങ്കിൽ നല്ല വില ഒക്കെയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് വലിയ വിൽക്കില്ല. വീട്ടാവശ്യത്തിന് വീട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിലേ അത് 10-20 വർഷമായിട്ട് നമ്മൾ ചെയ്യണേ. നമ്മളെ വീട്ടാവശ്യത്തിന് മാത്രമല്ല. ഇത് വിലയൂരില്ല. ഇത് വിത്ത് വന്നിരിക്കുന്ന പനമണ്ണ, ഒറ്റപ്പാട് പനമണ്ണെന്ന് കൊടുക്കണം. കിലോ 150 ആയിട്ട് കൊടുക്കണം. നല്ല നെല്ലാണ്. ഇത് മണം ഊരി നോക്കിയില്ലേ, കുഴപ്പമൊന്നുമില്ല. ആവശ്യക്കാരുണ്ട്. പിന്നെ അടുത്ത പ്രാവശ്യം മരിച്ചിലേക്ക് ചെയ്യും. വെറൈറ്റി ആയിട്ട് വേറെ വിത്ത് വരും, ചുവന്ന പല ഇനങ്ങളായിട്ട്. ഒറ്റപ്പാലം പനമണ്ണയിൽ നിന്നുമാണ് ഹനീഫ ഈ നെല്ലിനം കൊണ്ടുവന്നത്. മോശമില്ലാത്ത വിളവ് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. യന്ത്രം ഉപയോഗിച്ച് വിളവെടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിളവെടുപ്പിന് താമസമെന്നും ഹനീഫ പറഞ്ഞു. 2 ദിവസത്തിനകം വിളവെടുപ്പ് നടത്തും. മുമ്പും ഈ നെല്ലിനം ഉപയോഗിച്ച് ഹനീഫ കൃഷി ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.